വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. അപ്പോൾ ഒത്തിരി നാക്കിഷ് വീണ്ടും ബാക്ക് ടു ഫോം ആണ്. അപ്പോൾ ഹോസ്പിറ്റലും പ്രഗ്നൻസി ജേർണിയും എല്ലാം ആയിട്ട് ഞാൻ വീഡിയോ കുറച്ച് ഡിലേ ആയി പോയി ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അങ്ങോട്ട് വീഡിയോ എന്തായാലും ഉണ്ടാവും. എൻ്റെ പ്രഗ്നൻസി ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ പോസ്റ്റ്മോർട്ടം ജേർണി എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോ ബാക്ക് ടു ഫോം വരുന്നതാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജർമ്മനിയിൽ ഒരു MBBS അഡ്മിഷൻ നമുക്ക് എങ്ങനെ നേടാം, അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ് ആൻഡ് സെലക്ഷൻ പ്രോസസ് എന്തൊക്കെയാണെന്ന് വഴിയെ നോക്കാം. ആദ്യം നമുക്ക് ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ നാട്ടിൽ സ്കൂൾ എഡ്യൂക്കേഷൻ 12 കൊല്ലം, ജർമ്മനിയിൽ 13 കൊല്ലമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ ജർമ്മനിയിൽ വന്ന് സ്റ്റുഡന്റ് കൊലീഗ് കോഴ്സ് 1 ഇയർ പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് എടുത്ത് 1 ഇയർ പഠിക്കുക. ഈ 2 കോഴ്സിൽ ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത ശേഷം ജർമ്മനിയിലുള്ള യൂണിവേഴ്സിറ്റി എൻട്രൻസ് ക്വാളിഫിക്കേഷൻ എക്സാം എഴുതണം. ഈ എക്സാമിൽ ജർമ്മൻ ലാംഗ്വേജിലെ നെയിമാണ് ഹോക്സ്ഷൂൾ ഷൂഗാങ് ബെരിഷ്ടിഗും. ഈ എക്സാമിൽ 1.0 ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട C1 ലെവൽ പ്രൊഫിഷ്യൻസി ഗോത്തെ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഒരു വാലിഡ് വിസയും നമുക്ക് വേണം. ജർമ്മനിയിൽ MBBS പഠിക്കുന്ന അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇവിടെ നാട്ടിലത്തെ പോലെ ഡൊണേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നമുക്ക് MBBS പഠിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ MBBS കോഴ്സ് ഇല്ല. പിന്നെ ട്യൂഷൻ ഫീസും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് MBBS അഡ്മിഷൻ കിട്ടേണ്ട സെലക്ഷൻ പ്രോസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ജർമ്മനിയിൽ MBBSന് അഡ്മിഷന് 3 രീതിയിലാണ് അഡ്മിഷൻ കോട്ട ഫിൽ ആവുന്നത്. നമ്പർ 1 അബിറ്റോർ കോട്ട. ഈ കോട്ട +3 കഴിഞ്ഞവർക്കാണ്. 30% സീറ്റ്സും ഈ കോട്ട വഴിയാണ് ഫിൽ ആവുന്നത്. അബിറ്റോർ കോട്ടയിൽ 1.0 ഗ്രേഡ് നോക്കത്തില്ല. പക്ഷെ ഈ കോട്ട കിട്ടാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്കൂളിംഗിൽ 900ന് 823 പോയിന്റ്സിന് കൂടുതൽ വേണം. നമ്പർ 2 സുസൈറ്റ്ലിഷ് ഐഗ്നസ് കോട്ട. ഇംഗ്ലീഷിൽ ഇതിന് അഡീഷണൽ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. 10% സീറ്റാണ് ഈ കോട്ട വഴി ഫിൽ ആവുന്നത്. ഈ കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ 2 ഇയേഴ്സ് പ്രൊഫഷണൽ എക്സ്പീരിയൻസും വേണം. നമ്പർ 3 യൂണിവേഴ്സിറ്റി സെലക്ഷൻ പ്രൊസീജിയർ. 60% സീറ്റ്സും ഈ കോട്ട വഴിയാണ് ഫിൽ ആവുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റീസ് ചെക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ +3 ഗ്രേഡ് എത്രയാണെന്ന് നോക്കും. നമ്മൾ സബ്മിറ്റ് ചെയ്ത ഹൗസ് ബിൽഡും റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് നോക്കും. TMS എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു എക്സാം ഉണ്ട്. അത് പാസ് ആണോ അല്ലേ എന്നുള്ളത് നോക്കും. ഏതെങ്കിലും കോമ്പറ്റീഷനിൽ വിൻ ആയിട്ടുണ്ടോ ഇല്ലേ. പിന്നെ പല യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ സ്കോർ ചെക്ക് ചെയ്യും. പിന്നെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും വോളണ്ടറി സർവീസും റിക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് നോക്കും. ഇതെല്ലാം ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ നമുക്ക് ഓൺ ഓഫ് 100ന് നമുക്ക് മാർക്ക് തരും. ആ മാർക്ക് അടിസ്ഥാനം വെച്ചാണ് നമുക്ക് അഡ്മിഷൻ കിട്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് TMS എക്സാം. അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. TMS എക്സാം 2 ടൈംസ് മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ടൈം നമ്മൾ എഴുതി ഫെയിൽ ആയെങ്കിൽ വീണ്ടും നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ടൈം ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ എക്സാം അറ്റൻഡ് ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ ജർമ്മനിയിൽ എടുക്കുന്ന MBBS ഡിഗ്രി എല്ലാ ഷെൻജൻ കൺട്രീസിലും വാലിഡ് ആണ്. അതുപോലെ തന്നെ 2 ഇൻടേക്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് മാർച്ചിലും പിന്നെ ഒന്ന് സെപ്റ്റംബറിലും ആണുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.